യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ജയാളിയായി പ്രാർത്ഥിക്കുന്നതാണ് നാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ജയാളിയായ യേശുവിന്റെ പ്രാർത്ഥന. ജയാളിയായ യേശുവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് അവനിലുള്ള 4 അവകാശങ്ങളെക്കുറിച്ച് യേശു എടുത്തു പറയുന്നുണ്ട്. അവ നാം അനുഭവിക്കുമ്പോൾ നമുക്കും ലോകത്തെ ജയിക്കാൻ കഴിയും. ഒന്നാമത്, നാം അവന്റെ ജീവനിൽ പങ്കാളികളാണ്. രണ്ടാമത്, നാം അവന്റെ നാമത്തെ അറിയുന്നവരാണ്. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചല്ലോ. ഇന്ന് നമുക്ക് മൂന്നാമത്തെ പദവി എന്താണ് എന്ന് നോക്കാം. മൂന്നാമത്തെ പദവി നാം അവന്റെ വചനം ലഭിച്ചവരാണ് എന്നതാണ്. ആ കാര്യം പറഞ്ഞിരിക്കുന്നത് 17-ാം അധ്യായത്തിന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ്. നമുക്കത് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 13 മുതൽ 19 വരെ. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നും 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു എന്ന് നാം വായിച്ചല്ലോ. ഈ 2 വാക്യങ്ങളിലും യേശു പറഞ്ഞത് ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ്. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനം ദൈവവചനമാണ്. The word of God is the gift of God to us. ഈ വചനം പിതാവാണ് പുത്രന് നൽകിയത്. 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് 17-ന്റെ 8-ൽ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പുത്രനായ യേശു അത് തന്റെ ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാരത് കാലക്രമേണ നമുക്ക് നൽകി. നാം അത് അടുത്ത തലമുറയ്ക്ക് നൽകണം. ദൈവവചനം ദൈവശ്വാസീയമായതുകൊണ്ടാണ് അത് തലമുറകൾ കൈമാറുന്നത്. ദൈവവചനത്തിന്റെ ദൈവശ്വാസീയതയെക്കുറിച്ച് ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്നാമത് 2 തിമോത്തിയോസ് 3:16. ആ വാക്യം മുഴുവനായിട്ട് നിങ്ങൾ വായിക്കണം. പ്രധാനപ്പെട്ട ഭാഗം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകേണ്ടതിന് പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. രണ്ടാമത് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. 2 പത്രോസ് 1:20-21. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. വചനം അതിന്റെ ഉത്ഭവത്തിൽ തന്നെ ദൈവികമാണ്. അത് സ്വർഗത്തിൽ നിന്നുള്ള വില തീരാത്ത മൂല്യമുള്ള ദൈവദാനവുമാണ്. ദൈവവചനത്തെ നാം ഒരിക്കലും ലാഘവമായി കാണരുത്. ജയാളികൾ ആകുന്നവർക്ക് നല്ല വചനനിശ്ചയം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ വചനം എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കണം എന്ന അറിവും ഉണ്ടായിരിക്കും. ദൈവവചനം എങ്ങനെയാണ് ലോകത്തെ ജയിക്കാൻ നമ്മെ സഹായിക്കുന്നത്? അതാണല്ലോ നാം പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. ലോകത്തെ ജയിക്കുക. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ലോകത്തെ ജയിക്കാൻ നമ്മെ സഹായിക്കുന്നത്? ഒന്നാമത്, വചനം നമുക്ക് സന്തോഷം നൽകുന്നു. നാം വായിച്ച 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 17-13. എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ സന്തോഷം പൂർണ്ണമാകുമ്പോൾ അത് നമുക്ക് ലോകത്തെ ജയിക്കാനുള്ള ബലവും കരുത്തും ആകും. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, നെഹമ്യാവ് 8:10 നാം വായിക്കുന്നത് യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്നാണ്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു വ്യസനപാത്രം
ആണെന്നാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യെശയ്യാവ് 53:3 അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും ഇരുന്നു എന്ന് നാം വായിക്കുന്നുമുണ്ടല്ലോ. അത് സത്യമാണ്. എന്നാൽ അപ്പോൾ തന്നെ യേശു എന്നും എപ്പോഴും ഒരു വ്യസനപാത്രമായിരുന്നില്ല. യേശു ആഴമുള്ളതും അവാച്യവുമായ സന്തോഷത്തിന്റെ ഉടമയും ആയിരുന്നു. അതാണ് യോഹന്നാൻ 17:13 വ്യക്തമാക്കിയത്. എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന്. എന്റെ സന്തോഷം. അവ യേശു സന്തോഷം അനുഭവിച്ചിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് എന്ന് പറഞ്ഞത്. യേശു തന്റെ സന്തോഷത്തെക്കുറിച്ച് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരിത് കേട്ടിട്ടുണ്ട്. യോഹന്നാൻ 15:11 കേൾക്കുക. യോഹന്നാൻ 15:11 എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇത് കൂടാതെ സന്തോഷം വരുന്നത് സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ നൽകുമ്പോഴല്ല, രൂപാന്തരം വഴിയാണ് എന്നും യേശു പഠിപ്പിച്ചല്ലോ. യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു അത് പറഞ്ഞത്. നാം അത് പഠിച്ചതാണ്, ഓർക്കുക. യോഹന്നാൻ 16:20 മുതൽ 22 വരെ വാക്യങ്ങൾ കേൾക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി രൂപാന്തരപ്പെടും. ദുഃഖത്തിന് പകരം സന്തോഷം തരുമെന്നല്ല, ദുഃഖം സന്തോഷമായി രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോഴും നമുക്ക് സന്തോഷം ലഭിക്കും. യോഹന്നാൻ 16:23-24 വാക്യങ്ങളിൽ യേശു അത് പറഞ്ഞു. യോഹന്നാൻ 16:23-24. 24-ാം വാക്യം കേൾക്കുക. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം യേശു നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ യേശു വ്യക്തമാക്കിയത് ദൈവവചനം നമുക്ക് സന്തോഷം നൽകും എന്ന യാഥാർത്ഥ്യമാണ്. വിശ്വാസി സന്തോഷം കണ്ടെത്തുന്നത് ലോകത്തിലല്ല, ദൈവവചനത്തിലാണ്. മണവാളന്റെ സ്വരം കേൾക്കുമ്പോൾ സ്നാപക പോലെ നമുക്കും വളരെയധികം സന്തോഷിപ്പാൻ കഴിയും. ആ വാക്യം അറിയാമല്ലോ, യോഹന്നാൻ 3:29. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും മുഖം വീർപ്പിച്ച് ദുഃഖഭാവത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം മനസ്സിൽ വരരുത്. കാരണം യേശു സന്തോഷവാനായ ഒരു വ്യക്തിയായിരുന്നു. യേശു ആ സന്തോഷം മനുഷ്യർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുത്തവനുമാണ്. യേശുവിന്റെ സന്തോഷം ഒരിക്കലും പാപലോകത്തിന്റെ പാപ ഉല്ലാസം ആയിരുന്നില്ല. പിന്നെയോ പിതാവിൽ വസിക്കുന്നതിൻ്റെയും ദൈവവചനത്തിൻ്റെയും അവാച്യമായ ആനന്ദമായിരുന്നു. യേശു ഒരിക്കലും പുറമേ കാണുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒന്നിലും ആശ്രയിച്ചില്ല. ലോകത്തിന് മറഞ്ഞിരുന്ന ആന്തരികമായ ആത്മീയ സ്രോതസ്സുകളിൽ നിന്നാണ് യേശുവിന്റെ സന്തോഷം പൊങ്ങി വന്നത്. ഇതേ സന്തോഷം നാമും അനുഭവിക്കണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അത് ദൈവവചനം വഴിയാണ് നാം പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അറിയാമായിരിക്കുമല്ലോ. യിരെമ്യാവ് 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. 119-ാം സങ്കീർത്തനം 14-ാം വാക്യം, സങ്കീർത്തനം 119:14. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിന്റെ 162-ാമത്തെ വാക്യവും കൂടെ കേൾക്കുക. 119:162. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. നമ്മി വായിച്ചു കേട്ട വാക്യങ്ങളെല്ലാം വചനം നൽകുന്ന സന്തോഷത്തെയാണ് വ്യക്തമാക്കുന്നത്. ദൈവവചനം നമുക്ക് കർത്താവിന്റെ സന്തോഷം നൽകുക മാത്രമല്ല, വചനം നമുക്ക് ദൈവസ്നേഹം
ഉറപ്പിച്ചു തരികയും ചെയ്യും. യോഹന്നാൻ 17:14 ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലായ്ക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ലോകം നമ്മെ പകയ്ക്കുന്നു, എന്നാൽ ലോകത്തിന്റെ പകയെ നാം നേരിടുന്നത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. ഈ ദൈവസ്നേഹം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തരുന്നതാണ്. ലോകം നമ്മെ പകയ്ക്കുന്നത് ലോക വ്യവസ്ഥകളോട് നാം ഏകീഭവിക്കാത്തത് കൊണ്ടാണ്, ലോകവ്യവസ്ഥകളെ നാം എതിർക്കുന്നത് കൊണ്ടാണ്. യോഹന്നാൻ 15:18-19 വാക്യങ്ങളിൽ അതുണ്ട്. യോഹന്നാൻ 15:18-19 ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നമ്മെ പകയ്ക്കുന്നതിന്റെ മറ്റൊരു കാരണം നാം ലോകത്തിന് അനുരൂപമാകാതെ നാം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നത് കൊണ്ടാണ്. റോമാലേഖനം 12:2 ഉണ്ടല്ലോ അത്. മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നു. ലോകം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വചനമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ലോകത്തിന്റെ വഞ്ചനകളും ലോകം വരുത്തുന്ന അപകടകരമായ തന്ത്രങ്ങളും കുടുക്കുകളും എല്ലാം ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരും. ലോകസ്നേഹം പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തോട് മത്സരിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-17 വരെയുള്ള വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:15-17 വരെ ആ വാക്യങ്ങൾ കേൾക്കുക. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവവചനമാണ് പിതാവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ലോകമോഹങ്ങളിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നതിന്റെ ഒന്നാമത്തെ പടി വചനത്തെ അവഗണിക്കുക എന്നതാണ്. ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവവചനത്തെ അവഗണിച്ചു തുടങ്ങും എന്ന് ചുരുക്കം. ചിലർ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ, ഒന്നാമത്തെ താളിൽ തന്നെ എഴുതി വെക്കുന്ന ഒരു വാചകം അറിയാമോ? അതിങ്ങനെയാണ്: ഈ പുസ്തകം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിങ്ങളെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റും. ദിസ് ബുക്ക് വിൽ കീപ് യു ഫ്രം സിൻ, ഓർ സിൻ വിൽ കീപ് യു ഫ്രം ദിസ് ബുക്ക്. അപ്പൊ വേദപുസ്തകം, ദൈവവചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. അല്ല, നമ്മിൽ പാപമുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് നാം അകലും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുക. ഇസ്രായേലിനെ ദൈവം വഴി നടത്തിയപ്പോൾ അഗ്നിസ്തംഭം ഇസ്രായേൽ മക്കൾക്ക് പ്രകാശം നൽകി. എന്നാൽ അത് മിസ്രൈമ്യർക്ക് ആയിട്ടാണ് ഇരുന്നത്. അതുപോലെ തന്നെ ഈ അന്ധകാര ലോകത്തിൽ ദൈവവചനം നമുക്ക് വെളിച്ചം പകരുന്നു. എന്നാൽ ലോകത്തിന് ദൈവകാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേൾക്കുക. പുറപ്പാട് 14:20. പുറപ്പാട് 14:20 മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അപ്പോൾ ലോകത്തിന് അന്ധകാരം, എന്നാൽ ദൈവവചനം വായിക്കുന്ന ദൈവമക്കൾക്ക് പ്രകാശം. അതിന്റെ കാരണം ആത്മീകർക്ക് മാത്രമേ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പ്രാകൃതന്മാർക്ക് അത് ഒരു തരത്തിലും ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. കൊരിന്തുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം അവരെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കും വായിക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു.
ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നാം ഇവിടെ ചിന്തിച്ച കാര്യം ഓർക്കുക. ലോകത്തിന്റെ മോഹങ്ങളിൽ നടക്കുമ്പോൾ അവര് നിരാശരാകുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുമ്പോൾ നമുക്കത് സന്തോഷവും സ്നേഹവും ജയവും ഒക്കെയായിട്ട് മാറുന്നു. അത് ലോകത്തിന് ഗ്രഹിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവവചനം നമുക്ക് സന്തോഷവും സ്നേഹവും മാത്രമല്ല നൽകുന്നത്, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ദൈവശക്തിയും ദൈവവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ 17-ന്റെ 17 മാത്രം ഞാൻ വായിക്കട്ടെ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ 17-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ ഭാരം, കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരം, നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സെക്യൂരിറ്റി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നാം പരിശോധിക്കുന്ന 17-ാം അധ്യായത്തിന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം വിശുദ്ധിയാണ്, സാങ്ക്ടിറ്റി. ദൈവനാമ മഹത്വത്തിനായി പ്രായോഗികമായ ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കുന്നതിന്റെ പ്രാധാന്യം. നാം ഈ ലോകത്തിൽ ആണെങ്കിലും ഈ ലോകക്കാരല്ല. അതുകൊണ്ട് നാം ഈ ലോകക്കാരെ പോലെ ജീവിക്കുവാനും പാടില്ല. ചിലപ്പോഴൊക്കെ നാം ഈ ലോകത്തിന് പുറത്തായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോകാം. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ ലോകത്തിന് പുറത്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യം അല്ലല്ലോ. നാം എവിടെ പോയാലും നമ്മുടെ പാപപ്രകൃതമായ സ്വാർത്ഥത നമ്മുടെ കൂടെ തന്നെ കാണും. അന്ധകാര ശക്തികൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ചിലർ കൂടുതൽ വിശുദ്ധരാകാൻ വേണ്ടി മറ്റെല്ലാവരിൽ നിന്നും അകന്ന് ആത്മീയ ഒറ്റപ്പെടലുകൾ, സ്പിരിച്വൽ ഐസൊലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആത്മീയ ഒറ്റപ്പെടലുകളിൽ ചെന്ന് പെടാറുണ്ട്. എന്നാൽ അതും പ്രായോഗികമായി പ്രവർത്തിക്കുകയില്ലെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. യഥാർത്ഥ വിശുദ്ധീകരണം, അതായത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം സാധ്യമാകുന്നത് ദൈവവചനത്തിന്റെ ഒരു ശുശ്രൂഷയാണ്. യോഹന്നാൻ 15-3 ഓർക്കുക. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എഫേസ്യ ലേഖനം 5-26 സഭയെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിങ്ങനെയാണ്: അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കും. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തും. അപ്പോൾ സഭ ശുദ്ധീകരിക്കപ്പെടുന്നത് വചനത്തോടു കൂടിയ ജലസ്നാനത്താലാണെന്നുള്ളത് ശ്രദ്ധിക്കുക. കറയും ചുളുക്കവും എല്ലാം കളയുന്നത് ഈ വചന ജലസ്നാനം ആണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ ദൈവത്തിനായി ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നു. വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് നാം വേർപാടും വിശുദ്ധിയും കൂടുതൽ കൂടുതൽ അനുഭവിക്കും. നാം പാപത്തെ സ്നേഹിക്കുന്നത് കുറയുകയും ദൈവത്തെ സ്നേഹിക്കുന്നത് വർദ്ധിക്കുകയും ചെയ്യും. നമുക്ക് കർത്താവിനെ സേവിക്കുന്നതിനുള്ള ആഗ്രഹം കൂടിക്കൂടി വരും. നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. ഇതെല്ലാം നമ്മിൽ നിവർത്തിക്കുന്നത് ദൈവവചനമാണ്, മറന്നുപോകരുത്. ദൈവത്തിന്റെ സത്യം 3 ധാരകളായി നമ്മുടെ അടുത്തേക്ക് വരുന്നു. ദൈവത്തിന്റെ സത്യം 3 വഴിക്കാണ് വരുന്നത്. ഒന്ന്, യോഹന്നാൻ 17:17 നിന്റെ വചനം സത്യമാകുന്നു. 2, യോഹന്നാൻ 14:6 ദൈവപുത്രൻ സത്യമാകുന്നു. 3, 1 യോഹന്നാൻ 5:7 ആത്മാവ് സത്യമല്ലോ. അതോട് ചേർത്ത് യോഹന്നാൻ 16:13 കൂടെ വായിക്കാം. അവിടെ പരിശുദ്ധാത്മാവിനെ സത്യത്തിന്റെ ആത്മാവ് എന്നാണ് വിശുദ്ധീകരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, സത്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ പുത്രനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ആണ്. യഥാർത്ഥ വിശുദ്ധീകരണം അനുഭവിക്കാൻ നമുക്ക് ഈ 3 സത്യങ്ങളും ആവശ്യമാണ്: ദൈവപുത്രൻ, ദൈവാത്മാവ്, ദൈവവചനം. ഈ 3 സത്യങ്ങളും കൂടെ ചേർന്നാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. യഥാർത്ഥ വിശുദ്ധീകരണം നമ്മുടെ അകത്തെ മനുഷ്യന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ്.
അകത്തെ മനുഷ്യന്റെ 3 ഭാഗങ്ങൾ അറിയാമല്ലോ: മനസ്സ്, ഹൃദയം, ഇച്ഛാശക്തി. മനസ്സുകൊണ്ട് ദൈവവചനം വഴി നാം ദൈവസത്യം ഗ്രഹിക്കുന്നു അഥവാ ഗ്രഹിക്കണം. ഹൃദയം കൊണ്ട് നാം ദൈവസത്യമാകുന്ന പുത്രനെ സ്നേഹിക്കുന്നു അഥവാ സ്നേഹിച്ചു തുടങ്ങണം. ഇച്ഛാശക്തി കൊണ്ട് നാം ദൈവാത്മാവിന് വിധേയപ്പെട്ട് അനുദിനം ദൈവസത്യം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു. ഇങ്ങനെയാണ് നാം വിശുദ്ധിയിൽ മുന്നേറേണ്ടത്. മനസ്സിൽ സത്യം, ഹൃദയത്തിൽ സ്നേഹം, ഇച്ഛാശക്തിയിൽ ദൈവഹിതം. ഈ 3 സത്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യനിൽ ദൈവത്തിന്റെ വിശുദ്ധി വ്യാപരിക്കുന്നത്. അനുദിനം ദൈവസത്യം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന സന്തുലിതമായ ഒരു വിശുദ്ധ ജീവിതത്തിന് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അതിന് ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ പുത്രനും ഒരുപോലെ നമ്മിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. മറന്നുപോകരുത്. വേദപുസ്തകം പഠിച്ച് എല്ലാ ഉപദേശ സത്യങ്ങളും ഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. വചനം വഴി യേശുക്രിസ്തു ആരാകുന്നു എന്നും അവൻ നമുക്കായി എന്ത് ചെയ്തു എന്നും ഗ്രഹിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കണം. പഠിക്കുന്നതും സ്നേഹിക്കുന്നതും നമ്മെ ജീവിക്കുവാൻ സഹായിക്കണം. വചനം അനുസരിക്കുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുകയും വേണം. ലേണിംഗ് ആൻഡ് ലവിംഗ് മസ്റ്റ് ലീഡ് ടു ലിവിംഗ്. ലേണിംഗ്, ലവിംഗ്, ലിവിംഗ്, ഈ 3 കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. വചനം പഠിച്ച് ആത്മാവിനാൽ സ്നേഹം നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ലേണിംഗ്, ലവിംഗ്, ലിവിംഗ് എന്ന് പറഞ്ഞത്. ഈ ദുഷ്ടലോകത്തിൽ അങ്ങനെയാണ് നമുക്ക് അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. ദൈവവചനം നമുക്ക് സന്തോഷവും സ്നേഹവും വിശുദ്ധ ജീവിതത്തിനുള്ള ശക്തിയും പകർന്നു തരുന്നു. ഈ ലോക ജീവിതത്തിൽ അവനെ സേവിക്കുന്ന ഒരു നല്ല സാക്ഷിയായി നിൽക്കുവാനുള്ള ശക്തിയും ദൈവവചനം നമുക്ക് നൽകും. യോഹന്നാൻ 17:18-19 വാക്യങ്ങൾ. 17:18-19. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരണം സ്വാർത്ഥപരമായ ആസ്വാദനത്തിനും ആനന്ദത്തിനും വേണ്ടി അല്ല, സ്വന്തമായിട്ടുള്ള അഹന്തയ്ക്കായിട്ടുമല്ല. ഈ ലോകത്തിൽ നാം ക്രിസ്തുവിന്റെ പ്രതിനിധികളായി വെളിപ്പെട്ട് മറ്റനേകരെ ക്രിസ്തുവിനായി നേടാൻ വേണ്ടിയാണ്. അല്ലാതെ സ്വാർത്ഥപരമായിട്ട് അതിൽ ഒരു ആനന്ദം കണ്ടെത്താനോ അതിലൊരു അഹന്ത ഭാവിക്കാനോ അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനോ അല്ല. നാം ലോകത്തിൽ ക്രിസ്തുവിന്റെ പ്രതിനിധികളായിട്ട് അവന്റെ സ്ഥാനാപതികളായിട്ട് വെളിപ്പെടണം. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കണം. യേശു തന്നെ വിശുദ്ധീകരിച്ചത് നമ്മെ തനിക്കായി വേർതിരിച്ച് വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നല്ലോ. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ ഇപ്പോൾ പുത്രൻ നമ്മെ ഓരോരുത്തരെയും ലോകത്തിലേക്ക് അയക്കുന്നു. യേശു പറഞ്ഞു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യേശുവിന്റെ ഈ പ്രസ്താവന നാം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ നാം ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യം, നാം അധികാരത്തിന് കീഴിലുള്ളവരാണ്. അവൻ നമ്മെ അയക്കുമ്പോൾ അയച്ചവൻ നമ്മുടെ മേൽ അധികാരമുള്ളവനാണ്. നാം അധികാരത്തിന് കീഴിലുള്ളവരാണ്. അവനെ അനുസരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതം. യേശുവിനെ ഇപ്പോൾ സ്വർഗത്തിൽ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. എന്തിന്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നമ്മുടെ സാക്ഷ്യം ഫലപ്രദമാകുവാൻ. അനേകർ അവരുടെ പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ യേശു നമുക്കായി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവവചനം നമുക്ക് ദൈവസത്യങ്ങൾ വെളിപ്പെടുത്തി അതനുഷ്ഠിക്കുവാൻ നമുക്ക് ശക്തി തന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ലോകത്തിന് നമ്മെ ജയിക്കാൻ കഴിയുകയില്ല. പ്രത്യുത നാം ലോകത്തെ ജയിച്ചവരായി മാറും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അതുകൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് യേശു ലോകത്തെ ജയിച്ചതുപോലെ നമ്മളും ലോകത്തെ ജയിക്കണം എന്നാണ്. അതിനായിട്ട് അവൻ നമ്മെ നിത്യജീവന്റെ അവകാശികൾ അല്ലെങ്കിൽ അവന്റെ ജീവനിൽ നമ്മളെ പങ്കാളികളാക്കി. രണ്ടാമത് അവന്റെ നാമത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് അവന്റെ നാമത്തെ അറിയുവാൻ
അവൻ നമുക്ക് കൃപ തന്നു. മൂന്നാമത് ഇന്ന് നാം ചിന്തിച്ചതുപോലെ അവൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ വചനം നമ്മെ സന്തോഷമുള്ളവരാക്കും, സ്നേഹമുള്ളവരാക്കും, വിശുദ്ധ ജീവിതത്തിനുള്ള ശക്തിയും കരുത്തും നമുക്ക് പകർന്നു തരും. നമ്മുടെ ആ വിശുദ്ധ ജീവിതം മറ്റനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതും അത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നതുമായി തീരുവാൻ ഇന്നത്തെ വചന കേൾവി നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവ് തനിക്ക് കൊടുത്ത വചനം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ വചനം അവരെ ശക്തീകരിച്ചു, അവരെ സന്തോഷത്താലും സ്നേഹത്താലും നിറച്ചു. വിശുദ്ധ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന കരുത്ത് അവർക്ക് പകർന്നു കൊടുത്തു. കർത്താവെ, ഇതേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ വചനം എഴുതി തന്നതോർക്കാണ് എനിക്ക് നന്ദിയോടെ സ്തോത്രം. അത് വായിക്കാൻ, പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, വചനം പഠിച്ച് നിശ്ചയമുള്ളവരായി ഈ ലോകത്തെ ജയിക്കുന്നവരായിട്ടിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് യോഹന്നാൻ പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.